मेरे प्यारे बच्चों, नमस्ते। मैं आपकी नजमा टीचर 10वीं कक्षा के द्वितीय श्रेणी में सभी का स्वागत। इस कहानी का पहला भाग या पहली गणना प्रथम श्रेणी में बताया गया था। मुझे लगता है कि सभी ने इसके बारे में सुना है। इस कहानी में कुल 6 गणनाएं हैं। आज हम देखेंगे कि दूसरी और तीसरी गणनाएं कैसे होगी। तो चलिए शुरू करते हैं। ഈ ബീർബഹൂട്ടി എന്ന് പറയുന്ന ഈ കഥയെ 6 ഭാഗമാക്കി തിരിക്കാം. കാരണം ഈ കഥയിൽ 6 ഘടന അതായത് സംഭവങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സാഹിലും ബേലയും ബീർബഹൂട്ടിനെ തിരയാൻ വേണ്ടി പോകുന്നതാണ് ഒന്നാമത്തേതെങ്കിൽ, രണ്ടാമത്തേത് അവർ പെന്നിൽ മഷി നിറക്കാൻ വേണ്ടി കടയിലേക്ക് പോകുന്നതാണ്. മൂന്നാമത്തേത് ഗണിതാധ്യാപകനായ സുരേന്ദ്രൻ മാഷ് ബേലയോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. 1981 का साल 1981 साल വർഷം. അപ്പോൾ വർഷം 1981. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. राजस्थानिल जयपुर के नज़दीक ജയ്പൂരിനടുത്ത് സവാരി ഗാഡിയ യാത്രാ വാഹനങ്ങളുടെയും और മാൽഗാഡിയോं से ചരക്ക് വാഹനങ്ങളുടെയും സദാഭര എല്ലായ്പ്പോഴും നിറഞ്ഞ ഫുലേറ ജംഗ്ഷൻ ആണ്. കസ്ബെ കി ലഗ്ഭഗ് സൂനി തംഗ് ഗലിയാം. കസ്ബ ചെറിയ പട്ടണം, ലഗ്ഭഗ് ഏകദേശം, സൂനി ശൂന്യമായ വിജനമായ, തംഗ് ഇടുങ്ങിയ, ഗലിയാം തെരുവ്. അപ്പോൾ ചെറിയ പട്ടണം, അവിടെ ആ ഫുലേറ ജംഗ്ഷൻ ഏകദേശം വിജനവും ശൂന്യവുമായ ഒരു തെരുവാണ്. ഗലിയോമേ ഖാമോഷ് ഗഡെ ബിജ്ലി കെ ഖബ്ബെ. ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്, ഖാമോഷ് നിശബ്ദമായി, ഗഡെ നിൽക്കുന്ന, ബിജ്ലി കെ ഖബ്ബെ ഇലക്ട്രിക് പോസ്റ്റ്. ഗബ്ബോं के बीच ഗീഞ്ചി താരോं की കത്താരെ. ആ തൂണിനിടയിൽ കൂടി ഗീഞ്ചന വലിക്കുക, താരോं की കത്താരെ താരോ കമ്പികൾ, കത്താരെ നിര, അപ്പോൾ വലിച്ച് കെട്ടിയ കമ്പികളുടെ നിര. ഇൻ ഗലിയോ മേ ജഹാം തഹാം ദിഖായി പടുത്തെ മീട്ടി ഘണ്ടിയാം ബജാത്തെ ഫേരി വാലെ. ഫേരി വാലെ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുന്ന എന്നർത്ഥം. അപ്പോൾ ഇൻ ഗലിയോ മേ ഈ തെരുവിൽ, ജഹാം തഹാം അവിടെയും ഇവിടെയൊക്കെ, ദിഖായി പടുത്തെ കാണപ്പെടുന്ന, മീട്ടി ഘണ്ടിയാം മീഠി മധുരമുള്ള, ഘണ്ടിയ ബെല്ല്, അപ്പോൾ മധുരമുള്ള ബെല്ലൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ട് കച്ചവടക്കാർ. അന്ധേര ഇരുട്ട് പോലുള്ള, ഗലിമേ ആ തെരുവിൽ, 6-7 ഗദോ 6-7 കഴുതയെ കൊണ്ട്, ഗുറോം കി ടാപ്പോം കി ആവാസ് 6-7 കഴുതകൾ വരുന്നതിൻ്റെ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ട്. ഗുറോം കി ടാപ്പ് എന്ന് പറഞ്ഞാൽ ആ കഴുത വരുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആവാസ് ശബ്ദം. ഉൻകെ പീച്ചെ ചലത്തെ ഏക് ബദൻ ഉഗാഡെ കുംഹാർ. അപ്പോൾ ആ 6-7 കഴുതയുടെ പിന്നാലെ ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാൾ എങ്ങനെയാണ്? ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം, ഏക് ബദൻ ഉഗാഡെ കുംഹാർ. കുംഹാർ എന്ന് പറഞ്ഞാൽ കുംഭാരൻ, കൊശവന്മാർ എന്ന് പറയില്ലേ. അപ്പോൾ ബിനാ വസ്ത്ര, അയാൾ ഷർട്ട് ഇടാതെയാണ് വന്നിരുന്നത്. ഇസി ദൃശ്യക്ക് ബീച്ച് സെ ഗുസർത്തെ ഹുയെ 2 സ്കൂളി ബച്ചെ ബേല ഔർ സാഹിൽ. അപ്പോൾ സാഹിലും ബേലയും കടയിലേക്ക് പെന്നിൽ മഷി നിറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള ആ ഒരു ചുറ്റുപാടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇസി ദൃശ്യക്കെ ബീച്ച്, ഈ ദൃശ്യത്തിനിടയിലൂടെ
ഗുസർത്തെ ഹുയെ കടന്നു പോകുന്ന ദോ സ്കൂളി ബच्चे രണ്ട് സ്കൂൾ കുട്ടികൾ ആരൊക്കെയാ? ബേലയും സാഹിലും. ഉൻ ദിനോ പെൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ഭരി ജാത്തി थे. ആ ദിവസങ്ങളിൽ ആ സമയത്ത് കാലം 1981 ആ സമയത്ത് പെന്നിൽ മഷി നിറക്കാൻ വേണ്ടി 5 പൈസെ മേ 5 പൈസയ്ക്ക് നീലി സ്യാഹി ഭരി ജാത്തി थी. നീല മഷി നിറക്കുമായിരുന്നു. അപ്പോൾ മഷിക്ക് ഒരു പെന്നിൽ മഷി നിറക്കാൻ 5 പൈസയാണ്. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ ഫില്ലർ. അപ്പോൾ സ്റ്റേഷനറി കടക്കാരൻ എന്ത് ചെയ്യാണ്? ഒരു ഫില്ലർ ഉപയോഗിച്ചിട്ട് പെന്നിൽ മഷി നിറച്ചു കൊടുക്കും. അങ്ങനെ 5 പൈസ കൊടുത്തു കഴിഞ്ഞാൽ. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. पेन में कुछ स्याही बची थी. പെന്നിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ഉസേ സാഹിൽ ने ज़मीन पर छिड़क दिया. ആ മഷി എന്ത് ചെയ്തു? സാഹിൽ നിലത്തേക്ക് छिड़क दिया. नई स्याही भरवाने के लिए പുതിയ മഷി നിറപ്പിക്കാൻ വേണ്ടി दोनों दुकान पर पहुँचे. രണ്ടുപേരും കടയിൽ എത്തിച്ചേർന്നു. एक पेन स्याही भर दो. ഒരു പെന്ന് മഷി നിറച്ചു തരൂ. സാഹിൽ സെ പെഹലെ ഹി. സാഹിലിന് മുമ്പ് തന്നെ ബേലാനെ ദുകാൻ വാലെ സെ കഹ. ബേല കടക്കാരനോട് പറഞ്ഞു. ബേട്ട സ്യാഹി की बोतल अभी अभी गाली हो गई. മോനെ മഷി, സ്യാഹി മഷി, ബോത്തൽ കുപ്പി, മഷി കുപ്പി അബി അബി ഇപ്പോൾ ഖാലി ഹോ ഗയി ഹെ. ഇപ്പോൾ തീർന്നതേ ഉള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി. ഇനി നാളെ കിട്ടുകയുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജ്യോ സ്യാഹി ദി ഉസേ ഭി ജമീൻ പർ छिड़क दिया. ബേല ബോലി. ബേല അപ്പോൾ പറഞ്ഞു, പക്ഷേ ഇവൻ ഉള്ള മഷി പേനയിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ പറയാണ്, ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ഢുലാന ചാഹിയെ. ഢുലാന ഉടയ്ക്കുക. ബാദൽ കോ ദേഖ് കർ മേഘത്തെ കണ്ടിട്ട്, ഘടേ കോ കുടത്തെ ഉടയ്ക്കരുത്. ദുകാൻ വാല ഭയ്യനെ കഹ ഔർ പൂച്ച. കടക്കാരൻ ഇങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ ചോദിച്ചു, കോൺസി മേ പഠിത്തേ ഹോ. ഏതിലാ പഠിക്കുന്നേ? എത്രാം ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നേ? 5वीं മേ 5ാം ക്ലാസ്സിലാണ്. സാഹിലിനെ ഐസേ ബുരേ മൻസേ ബതായ. സാഹിൽ അത്രയും മോശമായി എന്ന് പറഞ്ഞാൽ ബുരേ മൻസേ എന്ന് പറഞ്ഞാൽ മനസ്സില്ല മനസ്സോടെ പറയാന്ന് പറയില്ലേ? എങ്ങനെ പറയുന്നേ? ജैसे 5वीं മേ പഠന പാപ ഹോ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണ് എന്നുള്ള രീതിയിലാണ് അവൻ പറയുന്നത്. കാരണം എന്തായിരിക്കും? അവന് ഇനി എഴുതണമെങ്കിൽ പെന്നിൽ മഷിയില്ല. അപ്പോൾ ആ സങ്കടത്തിൽ അവന് കടക്കാരനോട് പറയുകയാണ്, ഞാൻ 5ാം ക്ലാസ്സിലാണ് എന്നുള്ളത്. കടക്കാരൻ ചോദിക്കുകയാണ്, ധോനോ രണ്ടുപേരും? ദുകാൻ വാലെ ഭയ്യാനെ കഹ. കടക്കാരൻ പറഞ്ഞു, हाँ दोनों, और हम दोनों का सेक्शन भी एक ही है. ये बेला ने ऐसे गुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. बेला ने ऐसे गुश होकर बताया. बेला ഇങ്ങനെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ये कोई बहुत बड़ी बात हो. ഒരു വലിയ കാര്യമെന്നോണം അവൾ പറയുകയാണ്. ഹാ ദോനോ രണ്ടുപേരും ഒരേ ക്ലാസ്സിലുമാണ്, ഒരേ ഡിവിഷനിലുമാണ്. എ ഡിവിഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും. ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹേ. ഞങ്ങളുടെ രണ്ടാളുടെയും ഡിവിഷനും ഒന്നാണ്. 5ാം ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ഞങ്ങളുടെ ഡിവിഷനും ഒന്ന് തന്നെയാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി ബേല പറയുന്നു. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേ काम करते तो दोनों कॉपी में काम करते थे. കോപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നോട്ട്ബുക്കാണ്. അപ്പോൾ നോട്ട്ബുക്കിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ നോട്ട്ബുക്ക് എഴുതുന്ന സമയത്ത്
രണ്ടുപേരും നോട്ട്ബുക്ക് എഴുതുമായിരിക്കും. കിതാബ് പഠിത്തേ തോ ദോനോ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്ന് പറയുമ്പോൾ രണ്ടുപേരും പാഠവും ഒരുപോലെ, അതുപോലെ പാഠത്തിലെ വരികളും ഒരുപോലെ ആയിരിക്കും വായിക്കുന്നത്. സാഹിൽ വായിക്കുകയാണെങ്കിൽ ചമക്കുടി മൻ സത്താവന്മേ. ചമക്കന എന്ന് പറഞ്ഞാൽ അത് പാഠഭാഗത്തിലെ ഒരു വരിയാണ്. ചമക്കുടി സൻ സത്താവന്മേ എന്ന് പറഞ്ഞാൽ, സത്താവൻ എന്ന് പറഞ്ഞാൽ എത്രയാ? സത്താവൻ 57. അപ്പോൾ തിളങ്ങി 57. അപ്പോൾ തൽവാർ പുരാനിധി, തൽവാർ വാള്, പുരാനിധി പഴയതായിരുന്നു, പഠിത്താത്തോ. സാഹില് അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കവിത വായിക്കുകയാണെന്നുണ്ടെങ്കിൽ വേലാബി വേല കൂടി, ചമക്കുടി സൻ സത്താവന്മേ തിളങ്ങി 57. വ തൽവാർ പുരാനീതി, ആ വാള് പഴയതായിരുന്നു എന്ന് അങ്ങനെയാണ് വായിച്ചിരുന്നത്. വേല कहती बहन जी पानी पीने चले जाओ. സാഹിൽ भी कहता बहन जी पानी पीने चले जाओ. ഒരു പാഠഭാഗം വായിക്കുകയാണ്. വേല പറയാണ് ബഹൻ ജി പാനി പീനെ ചലി ജാവോ. സഹോദരി വെള്ളം കുടിക്കാൻ പോകട്ടെ. സാഹിൽ ബി कहता, സാഹിലും അത് തന്നെ വായിക്കുന്നു. ഗണിത കെ മാഡ് സാബ് സുരേന്ദ്ര ജി കാ പീരിയഡ് ഖേൽഗണ്ടി കെ ബാദ് ആതാ താ. കണക്കധ്യാപകനായ സുരേന്ദ്രൻ മാഷിൻ്റെ പീരിയഡ് ഖേൽഗണ്ടി കെ ബാദ്, ഡ്രിൽ പീരിയഡിന് ശേഷമാണ് വരുന്നത്. ബച്ചെ ഉൻസെ കാംതേ ദേ. കുട്ടികൾ അദ്ദേഹത്തെ കാണുമ്പോൾ വിറക്കുമായിരുന്നു. और ഖേൽഗണ്ടി ബന്ദ് ഹോനെ സെ 2 മിനിറ്റ് പെഹലെ ഹി. ആ ഡ്രിൽ പീരിയഡ് അവസാനിക്കുന്നതിൻ്റെ 2 മിനിറ്റ് മുന്നേ തന്നെ അപ്നി അപ്നി ജഗഹോം പർ ആക്കർ ബൈഠ് ജാത്തെ. തൻ്റെ സീറ്റിൽ വന്നിരിക്കുമായിരുന്നു കുട്ടികൾ പേടിച്ചിട്ട്. സുരേന്ദ്രജി മാഡ് സാബ് ഇസി പീരിയഡ് മേ കോപ്പി ജാഞ്ചത്തെ थे. സുരേന്ദ്ര മാഷ് ഈ പീരിയഡിലാണ് വന്ന് എല്ലാവരുടെയും നോട്ട്ബുക്ക് പരിശോധിക്കുന്നത്. ജാഞ്ചന അന്വേഷിക്കുക, പരിശോധിക്കുക എന്നൊക്കെ പറയും. ജറാസി ഗലത്തി പർ, ചെറിയ തെറ്റ് കണ്ടാൽ തന്നെ ബച്ചോംകോ, കുട്ടികളെ ഇധർ ഉധർ ഫേങ്ക്തേ ദേ. ഫേങ്ക്ന എറിയുക എന്നാണ് അർത്ഥമെങ്കിലും ഇവിടെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റുമായിരുന്നു. യാ ഝാപ്പട്ട് മാർനെ ലഗ്തേ ഹെ. ഝാപ്പട്ട് മാർന എന്ന് പറഞ്ഞാൽ ചാടി വീണ് അടിക്കുക എന്നാണ്. ഇവിടെ നമുക്ക് അടിക്കുമായിരുന്നു എന്ന് പറയാം. അപ്പോൾ ചെറിയ തെറ്റ് കണ്ടാൽ തന്നെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്യുമായിരുന്നു. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്ത. ആ മാഷിൻ്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിൽക്കാൻ മറന്നു പോവുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അടിക്കാൻ തുടങ്ങിയാൽ അത് നിർത്താൻ അദ്ദേഹം മറന്നു പോവുമായിരുന്നു, അത്രക്ക് അടിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും അദ്ദേഹത്തെ പേടിയായിരുന്നു, എല്ലാ കുട്ടികൾക്കും. एक दिन സുരേന്ദ്ര ജി മാഡ് സാബ് ने भेला के बालों में पंजा फंसाया. ഒരു ദിവസം സുരേന്ദ്ര മാഷ് ബേലയുടെ മുടിയിൽ പഞ്ച ഫംസായ. പഞ്ച കൈപ്പത്തിക്കാണ് പഞ്ച എന്ന് പറയുന്നത്. ഫംസായ എന്ന് പറഞ്ഞാൽ അകപ്പെടുത്തുക. അപ്പോൾ ഒരു ദിവസം സുരേന്ദ്ര മാഷ് ദേഷ്യത്തോടെ ബേലയുടെ മുടി പിടിച്ചു വലിക്കുന്നു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती दी ही नहीं. എന്ന് പറഞ്ഞാൽ അത് തെറ്റായിരുന്നില്ല. ഏത്? ഷായദ്, ഒരു പക്ഷേ, ജിസ് ഗലത്തി കോ പാക്കർ, ഏത് തെറ്റ് കണ്ടിട്ടാണ്, ബേല എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്ത് തെറ്റ് കണ്ടിട്ടാണ് ബേലയുടെ മുടി പിടിച്ചിട്ട് അയാൾ വലിച്ചിരുന്നത് എന്നുള്ളത്. അത് തെറ്റായിരുന്നില്ല. ഏത്? അവൾ ചെയ്തത് തെറ്റായിരുന്നില്ല എങ്കിലും അയാൾ അത് തെറ്റായി കണ്ടിട്ട് അവളെ മുടി പിടിച്ച് വലിക്കുകയാണ്. ഉന്നോനെ ബേലാക്കോ ചോട് ദിയ. അദ്ദേഹം ബേലയുടെ മുടിയിൽ നിന്ന് വിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹരേക്കോ ദേക്കർ, ബേലയുടെ ഭയം നിറഞ്ഞ ആ മുഖം കണ്ടപ്പോൾ സാഹിൽ ബുരി തര ഡർ ഗയാ ഥാ. ബുര എന്ന് പറഞ്ഞാൽ ചീത്ത എന്നാണ്. ഇവിടെ സാഹിൽ വളരെയധികം പേടിച്ചു പോയി. उसने देखा कि बेला के पाव अभी भी कांप रहे हैं. സാഹിൽ കണ്ടു ബേലയുടെ കാല്
ഇപ്പോൾ കൂടി കാമ്പ് രഹേ വിറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സാഹിൽ നോക്കുമ്പോൾ ബേലയുടെ കാലുകൾ വിറക്കുന്നതാണ് കാണുന്നത്. ജയ്സേ വോ ഗഡേ ഗഡേ അഭി ഗിർ ജായേഗെ. എങ്ങനെയാണ് വിറക്കുന്നത്? ഗഡേ ഗഡേ, അവൾ നിന്ന നിപ്പ് തന്നെ ഇപ്പോൾ വീണു പോവും എന്നുള്ള രീതിയിൽ അവൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രജി മാഡ് സാബ് ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा. സുരേന്ദ്ര മാഷ് അവളുടെ നോട്ട്ബുക്ക് എടുത്തിട്ട് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞിട്ട് അവളോട് പറയാണ്, ബൈറ്റ് അപ്നി ജഗഹ് പർ, ഇരി അവിടെ, നിന്റെ സീറ്റിൽ പോയി ഇരിക്കുക എന്ന് ദേഷ്യത്തോടെ പറയുന്നു. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വളരെ വിഷമിച്ചു. ഖരാബ് ഹോന, കേടുവരിക എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് വളരെയധികം വിഷമായി അവൾക്ക്. മാഡ് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. അവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത് മാഷ് ചീത്ത പറഞ്ഞുകൊണ്ടല്ല, അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ചായതുകൊണ്ടാണ് അവൾക്ക് വിഷമം വന്നത്. മാഡ് സാബ് ചാഹേ, മാസ്റ്റർ ആഗ്രഹിക്കുകയാണെങ്കിൽ മുझे പീട്ട് ലേത്തെ, അയാൾക്ക് അദ്ദേഹത്തിന് എന്നെ അടിക്കണമെങ്കിൽ അടിക്കാം, പക്ഷെ അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ചാവരുതേ എന്നുള്ളത് അവൾക്കുണ്ട്. കാരണം എന്താ? വൈ സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹ്സൂസ് കർ രഹി थी. സാഹിലിൻ്റെ മുന്നിൽ വെച്ച് മാഷ അങ്ങനെ ചെയ്തതുകൊണ്ട് അവൾ സ്വയം ഷർമിന്ദ മഹ്സൂസ് കർ രഹി थी. അവൾ മഹ്സൂസ് കർണ അനുഭവപ്പെടുക, ഷർമിന്ദ ലജ്ജ, അവൾക്ക് ഭയങ്കര നാണക്കേട് അനുഭവപ്പെടുകയാണ് ചെയ്തത്. ക്യോങ്കി വ ജാൻതി थी कि वह സാഹിൽ की नज़र में बहुत अच्छी है. കാരണം അവൾ മനസ്സിലാക്കിയിരുന്നത് എന്താണ്? സാഹിൽ की नज़र में, സാഹിലിൻ്റെ മുന്നിൽ, സാഹിലിൻ്റെ ദൃഷ്ടിയിൽ ബേല വളരെ നല്ലവളാണ്, ഞാൻ വളരെ നല്ലതാണ് എന്നാണ് സാഹിൽ ഇതുവരെ വിചാരിച്ചിരുന്നത്. അപ്പോൾ മാഷ് ഇങ്ങനെ ചെയ്തപ്പോൾ അവൻ ആ വിചാരത്തിൽ വലിയ വ്യത്യാസം വരുമോ എന്നാണ് അവളുടെ പേടി. ജബ് വ ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അതുകൊണ്ട് അവൾ ആ നാണക്കേട് കൊണ്ട് അവളുടെ സീറ്റിൽ വന്നിരുന്നിട്ടും ഒരിക്കൽ പോലും അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. കാരണം അത്രയും വിഷമമായിരുന്നു. മാഷ് അങ്ങനെ ചെയ്തുകൊണ്ട് അല്ല അവൾക്ക് വിഷമം, മാഷ്ക്ക് വേണമെങ്കിൽ അടിക്കാം, പക്ഷെ അത് സാഹിലിൻ്റെ മുന്നിലാവരുത്. കാരണം സാഹിലിൻ്റെ മുന്നിൽ വെച്ച് ചെയ്തുകൊണ്ട് അവൾക്ക് വളരെയധികം നാണക്കേട് അനുഭവപ്പെട്ടിരുന്നു. സാഹിൽ അവളൊരു നല്ല കുട്ടിയാണ്, ഞാൻ നല്ല കുട്ടിയാണ് എന്നാണ് സാഹിലിൻ്റെ മനസ്സിലുള്ളത്. അതിന് വല്ല മാറ്റവും സംഭവിക്കുമോ എന്നുള്ള രീതിയിലാണ് അവൾക്ക് അങ്ങനെ സങ്കടം വരാൻ കാരണം.